KTU 2019 scheme Civil Engineering S5 Design of Concrete Structuresൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറിയാണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ഒരു ലിമിറ്റ് നമ്മൾ പറയുകയാണ്. അതായത് സ്ട്രെങ്ത് വൈസും അതുപോലെ സേഫ്റ്റി വൈസും സർവീസിബിലിറ്റി റിക്വയർമെൻറ്റും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എത്ര ഒരു ലിമിറ്റ് അവർ സെറ്റ് ചെയ്യുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റിന് പല ടൈപ്പുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ വരുന്നതാണ്. ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രെങ്ത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റീനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ്, അതിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലെക്ചർ, കംപ്രഷൻ, ഷിയർ ആൻഡ് ടോർഷൻ. ഇതെല്ലാം നമ്മൾ ഡിസൈനിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ എടുത്താൽ ആ സ്ട്രക്ചർ നമുക്ക് സേഫായിട്ട് ഇരുന്നാൽ മാത്രം പോരാ, അതായത് സ്ട്രെങ്ത് ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ നമുക്ക് താമസിക്കുമ്പോൾ ഒരു കംഫർട്ട് കിട്ടണമല്ലോ. ഇപ്പം എക്സസീവായിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു ബീമുണ്ട്, ആ ബീം ഭയങ്കര സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് കംഫർട്ട് ഉണ്ടാവില്ല. അതുപോലെ ഫുള്ള് ക്രാക്കൊക്കെയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കംഫർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ വീണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ്, വൈബ്രേഷൻ, അതൊക്കെയാണ് നമ്മൾ ഓരോരോ ചെക്കുകൾ ചെയ്യുന്നത് കേട്ടോ. അടുത്ത BIS കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്. നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡുകളില്ലേ, അതിനെയാണ് BIS കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത് IS 456 എന്ന് പറയുന്ന കോഡാണ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അല്ലെങ്കിൽ ഡിസൈൻ വാല്യൂസ് ആണ്. ഫസ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ടെസ്റ്റ് റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് ആ റിസൾട്ടിൻ്റെ ബേസിസിൽ എടുക്കുന്ന ഒരു വാല്യൂ. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ക്യൂബ്, കോൺക്രീറ്റിൻ്റെ ഒരു മിക്സഡ് ഗ്രേഡിനകത്തുള്ളൊരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് 28 ഡേയ്സ് ക്യൂറിങ്ങിന് ഇടും. 28 ഡേയ്സ് ക്യൂറിങ് കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് അതിൻ്റെ വാട്ടറൊക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കംപ്രഷൻ ടെസ്റ്റ് മെഷീനിൽ വെച്ചിട്ട് നമ്മളത് ബ്രേക്ക് ചെയ്തതിൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ലോഡ് കിട്ടുമല്ലോ, ഫെയിലിയർ ലോഡ് കിട്ടും. ലോഡ് ബൈ ഏരിയ ചെയ്താൽ കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടില്ലേ, അങ്ങനെയാണ് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്കതിനെ ജനറലായിട്ട് ഇങ്ങനെ വരാം, 5% ഓഫ് ടെസ്റ്റ് റിസൾട്ടിൽ കൂടുതൽ ഫെയിൽ ആവാത്ത ഒരു വാല്യൂവിനെയാണ് നമ്മൾ ക്യാരക്ടറൈസ്ഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഡിസൈൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, അതിൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ക്യാരക്ടറൈസ്ഡ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക, പക്ഷേ നമുക്ക് വർക്ക്മാൻഷിപ്പിലുള്ള എന്തെങ്കിലും ഡിഫോൾട്ട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിന് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും ചെറിയായിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. അതാണ് ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസ്ഡ് കംപ്രസീവ് സ്ട്രെങ്ത് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂ നമ്മൾ മെറ്റീരിയൽ അനുസരിച്ചാണ് ചൂസ് ചെയ്യുക. കോൺക്രീറ്റ് ആണെങ്കിൽ 1.5ഉം സ്റ്റീലാണെങ്കിൽ 1.15 കോമൺലി നമ്മളത് എടുക്കാറ്. ഇനി ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടാവും, പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തില്ലേ വർക്കിംഗ് ലോഡിനെ കിട്ടിയിട്ട്, അതിനെ നമുക്ക് ഡിസൈൻ ലോഡാക്കാൻ 1.5 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ, അതിനാണ് ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂസ്. അപ്പോൾ ഓരോ ലോഡ് കോമ്പിനേഷനൊക്കെ വരുമ്പോൾ ഡെഡ് ലോഡ് മാത്രം അല്ലെങ്കിൽ ലൈവ് ലോഡ് മാത്രം, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഇനി അതിൻ്റെ കൂടെ വിൻഡ് ലോഡ്, അങ്ങനെ പല ടൈപ്പ് ലോഡ് വരുമ്പോൾ എടുക്കാവുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂസാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ബൈ ഫ്ലെക്ചർ ആണ്. അതിൻ്റെ അസംഷൻസ് എന്താ നമ്മൾ പറയുന്നത്, പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് എന്ന് പറയുന്നത് റിമൈൻ പ്ലെയിൻ തന്നെ ആഫ്റ്റർ ബെൻഡിങ് ആയിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റിൻ്റെ വാല്യൂ 0.0035 വരെയുള്ള അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ആണ്. അത് അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുന്നു കേട്ടോ. അടുത്ത സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. അത് രണ്ട് മെറ്റീരിയലിൻ്റെയാണ്. നമുക്ക് ജസ്റ്റ് 3 മാർക്കിനൊക്കെ സ്കെച്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും. അപ്പോൾ ഇത് രണ്ടും വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കണം. അടുത്തത് നമുക്ക് XUmax ബൈ ഡിയുടെ വാല്യൂ മാക്സിമം ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പേജ് 70 നമ്മൾ കോഡിൽ വാല്യൂസ് എടുക്കുമായിരുന്നു. പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം, അതെങ്ങനെയാണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്.
അടുത്തതെന്ന് പറയുന്നത് 3 മാർക്കിന് ചുറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വേരിയസ് ലോഡ്സ് ആക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? ലോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഡ് ലോഡ്, ഇമ്പോസ് ലോഡ്, വിൻഡ് ലോഡ്, സ്നോ ലോഡ്, എർത്ത്ക്വേക്ക് ഫോഴ്സ് ഒക്കെ. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡ്, പിന്നീട് മാറത്തില്ലാത്ത ലോഡുകളെയാണ് ഡെഡ് ലോഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമുക്ക് ബീമിൻ്റെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെൽഫ് വെയിറ്റ്, അങ്ങനത്തെ വെയിറ്റ് കാര്യങ്ങൾ. ലൈവ് ലോഡ് അല്ലെങ്കിൽ ഇമ്പോസ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് പിന്നീട് വന്നു ചേരുന്ന ലോഡുകൾ, അതായത് ഇപ്പോൾ ഫേർണിച്ചറിൻ്റെ ലോഡ്, നമ്മൾ ആൾക്കാരുടെ ലോഡ്, അങ്ങനത്തെ ലോഡുകളൊക്കെ. വിൻഡ് ലോഡ് അറിയാം, ഹെവി ഹൈറ്റ് വരുന്ന ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ അതിലൊരു 10 മീറ്റർ ഹൈറ്റിനൊക്കെ മേലേക്ക് വരുമ്പോഴത്തേക്കും കാറ്റിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. സ്നോ ലോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ റൂഫൊക്കെ ഡിസൈൻ ചെയ്യുന്നൊക്കെ സമയത്ത് ഒരു അധികം തണുപ്പുള്ള സ്ഥലമാണ്, സ്നോഫോളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ സ്നോ അതിൻ്റെ മേലെ കിടക്കുമ്പോൾ അത് കാരണം എക്സ്ട്രാ ഒരു ലോഡ് വരുമല്ലോ, അതാണ് സ്നോ ലോഡ്. എർത്ത്ക്വേക്ക് ഫോഴ്സസ് എന്ന് പറയുന്നത് സീസ്മിക് ആയിട്ടുള്ള ലോഡുകളുടെ അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ലോഡിനെ പറ്റി പഠിക്കുന്നതാണ് എർത്ത്ക്വേക്ക് ലോഡ്. അപ്പോൾ ഇതിന് ഓരോന്നിനും നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ബാലൻസ്ഡ് സെക്ഷൻ, അണ്ടർ റീഇൻഫോഴ്സ്ഡ്, ഓവർ റീഇൻഫോഴ്സ്ഡ് തമ്മിലുള്ളൊരു കമ്പാരിസൺ ടേബിളാണ്. അത് ഒന്ന് നോക്കണം. അപ്പോൾ അതിനകത്ത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാലൻസ്ഡ് സെക്ഷനിൽ പറയുന്നത് നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് അൾട്ടിമേറ്റ് ആവുന്നത് സെയിം ടൈം, കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും രണ്ടും ഒരേ ടൈമായിരിക്കും അൾട്ടിമേറ്റ് ആവുക. ഈ അണ്ടർ റീഇൻഫോഴ്സ്ഡിലാണെങ്കിൽ ആദ്യം സ്റ്റീൽ ഫുള്ള് സ്ട്രെസ് ആവും, കോൺക്രീറ്റ് പിന്നീടാണ് ഉണ്ടാവുക. അതുപോലെ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ ആദ്യം കോൺക്രീറ്റ് ഫുള്ളായിട്ട് സ്ട്രെസ് ആവും, സ്റ്റീൽ ഫുള്ളായിട്ട് സ്ട്രെസ് ആവത്തില്ല. ഇനി അടുത്തൊരു കമ്പാരിസൺ പറയുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഐഡിയൽ സെക്ഷൻ എന്തോരം വേണോ അത്രയും സ്റ്റീലാണ് ബാലൻസിൽ ആവശ്യമാവുക. അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആകുമ്പോൾ ഐഡിയലിന് വേണ്ടതിനേക്കാളും കുറച്ചാണ് സ്റ്റീൽ ഉണ്ടാവുള്ളൂ അണ്ടർ റീഇൻഫോഴ്സ്ഡിൽ. ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ ഐഡിയലിന് വേണ്ടതിനേക്കാളും കൂടുതലുണ്ടാവും. ദെൻ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസും സെയിം ആയിരിക്കും ബാലൻസിൻ്റെ കേസിൽ. ദെൻ നമ്മുടെ അണ്ടർ റീഇൻഫോഴ്സിൻ്റെ കേസിലാണെങ്കിൽ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്ന ക്രിട്ടിക്കലിനേക്കാളും മേലെ ആയിരിക്കും. ഓവർ റീഇൻഫോഴ്സിൻ്റെ കേസിലാണെങ്കിൽ ആക്ച്വൽ എന്ന് പറയുന്ന ക്രിട്ടിക്കലിനേക്കാളും താഴെ ആയിരിക്കും. ബാലൻസ്ഡും അണ്ടർ റീഇൻഫോഴ്സ്ഡും കുഴപ്പമില്ല, എക്കണോമിക്കൽ സെക്ഷൻസ് ആണ്. പക്ഷേ ഓവർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ അൺഎക്കണോമിക്കലാണ്. അതുകൊണ്ടാണ് നമ്മളത് വന്നാൽ റീഡിസൈൻ ചെയ്യുന്നത്. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണ് ബാലൻസ്ഡിൽ, ലെസ് ദാൻ ആണ് അണ്ടർ റീഇൻഫോഴ്സ്ഡിൽ, ഗ്രേറ്റർ ദാൻ ആണ് ഓവർ റീഇൻഫോഴ്സ്ഡ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കമ്പാരിസൺസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക. സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം മാക്സിമം വരുന്ന എങ്ങനെയാണ്, എക്സ്ട്രീം ഫൈബർ സ്ട്രെസ്സിലാണ് മാക്സിമം വരിക. അപ്പോൾ നമ്മളൊരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ വരച്ചിട്ടുണ്ട്, ബി വിഡ്ത്തും ഡി ഡെപ്ത്തുള്ള ഒരു ബീം. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ഫൈബർ സ്ട്രെസ്, അതായത് ഏറ്റവും അറ്റത്തുള്ള എക്സ്ട്രീം ഫൈബറിലായിരിക്കും മാക്സിമം വരിക. അത് കഴിഞ്ഞ് താഴേക്ക് വരുന്തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. സോ ഒരു 3/7 x2 എന്ന് പറയുന്ന ഡെപ്ത്ത് വരെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലീനിയർ ഒരേപോലെ ആയിരിക്കും അതിൻ്റെ വേരിയേഷൻ വരിക. അതിനുശേഷം 3/7 x2 കഴിഞ്ഞാൽ പിന്നെ ബാക്കി ന്യൂട്രൽ ആക്സിസ് x2 എത്തുന്നോടം വരെ ഒരു പാരാബോളിക് വേരിയേഷനാണ് വരിക. അപ്പോൾ ഈ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടോപ്പ് പോർഷൻ ഒരു റെക്റ്റാങ്കിൾ, ബോട്ടം പോർഷൻ ഒരു പരാബോളയായിട്ട് എടുക്കാമല്ലോ. സോ ടോപ്പിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് വരും. അതുപോലെ പരാബോളയുടെ ഏരിയയുടെ ഇക്വേഷനാണ് 2/3 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0.36 FCK XU നമുക്ക് കിട്ടും. അതിൽ അപ്പോൾ XU എന്ന് പറയുന്ന ഡെപ്ത്തിൽ വരുന്ന ആവറേജ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് 0.36 FCK എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താലല്ലേ നമുക്ക് ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ 0.36 ഇൻറ്റു FCK എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് ബി ഇൻറ്റു ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത്ത് ഏരി XU. അപ്പോൾ നമുക്ക് അവിടുത്തെ കംപ്രസീവ് ഫോഴ്സ് കിട്ടി. ആ 0.36 എന്നുള്ള വാല്യൂവിനെ നമുക്ക് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ എന്ന് വിളിക്കാം. ഇനി ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ആണ് C, അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് X ബാർ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ടു കംപ്രഷനിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് C1 ഇൻറ്റു അതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് X1 പ്ലസ് താഴത്തെ പോർഷൻ്റെ, അതായത് പരാബോളിക്ക് വരുന്ന പോർഷൻ്റെ കംപ്രഷൻ ഫോഴ്സ് C2 ഇൻറ്റു അതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് X2. സോ വാല്യൂസ് എല്ലാം നമുക്കിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം കൂടി ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് X ബാറിൻ്റെ വാല്യൂ 0.42 XU എന്ന് കിട്ടും. ഇതിൽ ആ 0.42 എന്ന് പറയുന്നതും ഒരു സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്ററാണ്. സോ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമുക്ക് ലിവറാം ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ മൊമെൻറ്റ് കിട്ടാനായിട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രഷൻ പോർഷനിലുള്ള ഫോഴ്സ് എടുക്കുന്നത് കോൺക്രീറ്റ് അല്ലേ. സോ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് 0.36 FCK ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ BXU ഇൻറ്റു ലിവറാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D - 0.42 XU. അതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെയുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഇത് ബാലൻസ്ഡ് സെക്ഷൻ ആവണമെങ്കിൽ XUവിൻ്റെ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂവിനോട് ഈക്വൽ ആവണമല്ലോ. അപ്പോൾ നമ്മൾ XU/D എന്നുള്ളതിന് പകരം XU ലിമിറ്റ് ബൈ D എന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ്ഡിനുള്ള വാല്യൂ കിട്ടും.
അടുത്തത് എക്സ് യുവിൻ്റെ വാല്യൂ എക്സ് യു ലിമിറ്റിനേക്കാളും ലെസ് ആയിട്ട് വരുമ്പോൾ അത് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ അല്ലേ. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം സ്ട്രെസ് വരുന്നത് ആരിലേക്കാണ്? സ്റ്റീലിലോട്ടാണ്. സോ സ്റ്റീലിൻ്റെ സ്ട്രെസ് 0.87 എഫ് ഇൻറ്റു സ്റ്റീലിൻ്റെ ഏരിയ AST. കംപ്രഷനും ടെൻഷനും കൂടി ഈക്വൽ ആയിരിക്കും ഇക്വിലിബ്രിയത്തിൽ, അപ്പോൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് യുവിൻ്റെ വാല്യൂ കിട്ടി. സോ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ടെൻഷൻ ഫോഴ്സ് T ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ടെൻഷൻ്റെ വാല്യൂ ലിവർ ആമിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഇക്വേഷൻ കിട്ടും.